അഫ്ഗാനിസ്ഥാൻ വീണ്ടും പാക് ആർമി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. 1 ഡസനിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നല്ലോ. അതെ, പാകിസ്ഥാനിലെ തോർഖാം അതിർത്തിയിലുള്ള ആർമി ചെക്ക് പോസ്റ്റുകൾ താലിബാനും അഫ്ഗാനും ചേർന്ന് TTP തഹ്രീക്ക് ഇ താലിബാൻ, പാകിസ്ഥാനിലുള്ള താലിബാൻ വിഭാഗമാണ്, അവരും അഫ്ഗാൻ ആർമിയും ചേർന്ന് ആക്രമിച്ചു. ഡസൻ കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിൻ്റെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് താലിബാനുമായൊക്കെ ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ പാകിസ്ഥാന് കനത്ത പ്രഹരം കൊടുത്തു, പാകിസ്ഥാനികളായ ഡസൻ കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് അഫ്ഗാൻ സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്തകൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വരുന്നുണ്ട്. അതിന് പറയുന്ന കാരണം കഴിഞ്ഞ ഡിസംബറിൽ പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാനിസ്ഥാനിൽ കടന്ന് വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ അഫ്ഗാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. മാത്രമല്ല, പാകിസ്ഥാനിൽ വ്യാപകമായി TTP തെഹ്രീക്ക് ഇ താലിബാൻ, അതായത് അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയോടെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാൻ വ്യാപകമായി പാകിസ്ഥാൻ്റെ ജനവിരുദ്ധമായ അല്ലെങ്കിൽ അഫ്ഗാൻ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുമെന്നും ഈ വാർത്താക്കുറിപ്പിലും അറിയിപ്പുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ വലിയ കരുത്തോടെ പാകിസ്ഥാന് നേരെ അഫ്ഗാനിസ്ഥാൻ എങ്ങനെ ആക്രമിക്കാൻ തയ്യാറാവുന്നു, ആരാണ് അഫ്ഗാനിസ്ഥാൻ്റെ പിന്നിലുള്ളത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനെ പൊതുവിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ തരത്തിലാണ്. പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല, പലരും എംബസി തുറന്നിട്ടില്ല, ഒന്നുമില്ല. ഇപ്പോൾ സമീപകാലത്തുണ്ടായ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഖത്തർ അമീർ ഇന്ത്യയിൽ വന്നല്ലോ. ഖത്തർ അമീർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയുമായി ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കണം. അഫ്ഗാനിസ്ഥാനെ ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന, താലിബാൻ സർക്കാരിന് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന രാജ്യം ഖത്തറാണ്. ഖത്തർ അമീർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു, ഒരു എംബസി നിങ്ങൾ തുറക്കണം, ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ എംബസി തുറക്കാൻ അനുവദിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ട് വാർത്തകളുണ്ട്. ഇന്ത്യക്ക് ഔദ്യോഗികമായി താലിബാനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അനൗദ്യോഗികമായി അഫ്ഗാനിസ്ഥാൻ്റെ ഒരു എംബസി ഇവിടെ തുറക്കാം എന്ന തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും ഇപ്പോൾ ഖത്തറിലുള്ള അഫ്ഗാൻ അംബാസഡറുടെ മകനെ ആയിരിക്കും ഇന്ത്യയിലേക്ക് അവരുടെ അൺഒഫീഷ്യൽ അംബാസഡറായി നിയമിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അതിന് തൊട്ടു മുമ്പ് വളരെ നിർണായകമായൊരു മീറ്റിംഗ്, പാകിസ്ഥാനെ വല്ലാതെ ആശങ്കയിലടുത്തിയ ഒരു മീറ്റിംഗ് നടന്നു. ഈ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അമീർ ഖാൻ മുത്താഖിയും തമ്മിലൊരു മീറ്റിംഗ് ദുബായിൽ വെച്ച് നടന്നു. ഈ മീറ്റിങ്ങിൽ വലിയ ചില തീരുമാനങ്ങളുണ്ടായി. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധമില്ല, കാരണം താലിബാൻ ഒരുപാട് മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ നിലപാടുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒഫീഷ്യലി ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല എങ്കിൽ പോലും നമ്മൾ കാര്യമായ ചർച്ചകൾ അവരുമായി നടത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കെതിരെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരു ബാക്ക് യാർഡായിട്ട് പാകിസ്ഥാൻ ഇക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനെയാണ്. ആ അഫ്ഗാനിസ്ഥാനിലുള്ള പാകിസ്ഥാൻ്റെ ഇടപെടലുകൾ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യലായിട്ട് നമ്മളുമായി ചർച്ചകൾക്ക് താലിബാൻ താല്പര്യപ്പെട്ടപ്പോൾ നമ്മൾ കൈകൊടുക്കുകയാണ്. പാകിസ്ഥാനുമായി വലിയ ശത്രുത അഫ്ഗാനിസ്ഥാൻ ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ സൗഹൃദം ആർക്ക് വേണം? അഫ്ഗാനിസ്ഥാന് വേണം. ഇപ്പം നിലവിലെ ഭരണകൂടം താലിബാൻ ആണെങ്കിലും നമ്മൾ കൈകോർത്ത് കാരണം നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപ്രധാനമായ ചില ബന്ധങ്ങളുണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ ചാബഹാർ തുറമുഖത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ പാകിസ്ഥാൻ വഴി പോകേണ്ടി വരുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടായാൽ നമ്മളെ സംബന്ധിച്ച് ആ തുറമുഖം സേഫ് അല്ല. പക്ഷേ നമുക്ക് പാകിസ്ഥാനെ ഒഴിവാക്കി ചാബഹാർ വഴി അഫ്ഗാൻ വഴി നമുക്ക് ഒരു വാണിജ്യ പാതയൊക്കെ തുറക്കാൻ പറ്റും. അഫ്ഗാന്റെ ഹെൽപ്പും കിട്ടും. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർ കടുത്ത പട്ടിണിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷ്യധാന്യം കയറ്റി അയക്കുന്നുണ്ട്, അവർക്ക് ബ്ലാങ്കറ്റുകൾ കയറ്റി അയച്ചിട്ടുണ്ട്, കമ്പിളിപ്പുതപ്പുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പം പറയുന്നത് ഏറ്റവും വലിയ ചർച്ച, നമ്മൾ വിദേശകാര്യ സെക്രട്ടറിയും വിദേശകാര്യ മന്ത്രിയും തമ്മിലുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിൽ $1 ട്രില്യൺ ഒരു കച്ചവട ഡീൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിൽ ഒരുപാട് റയർ എർത്ത് ഉണ്ട്, മിനറൽ, അപൂർവ ധാതുപദങ്ങൾ. ഇപ്പോൾ അമേരിക്ക തന്നെ സെലൻസ്കിയോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ അവിടെ ഒരുപാട് മിനറൽസ് ഉണ്ട്, ആ മിനറൽസ് ഞങ്ങൾക്ക് വേണം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എന്തിനാണ് അമേരിക്ക വന്നത് എന്ന് ചോദിച്ചാൽ ഈ മിനറൽസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അഫ്ഗാനിലെ മിനറൽസ് ലിത്തിയം ഉൾപ്പെടെയുള്ളതിൻ്റെ വലിയ ശേഖരമുണ്ട്. ലിത്തിയം അറിയാമല്ലോ, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഇന്നത്തെ ഏറ്റവും ആവശ്യമുള്ള, ലോകത്തെ ഏറ്റവും താല്പര്യമുള്ളൊരു ലിത്തിയമാണ്. ലിത്തിയത്തിൻ്റെ വലിയ ശേഖരമുണ്ട്. സോവിയറ്റ് യൂണിയൻ പോലും അഫ്ഗാനിൽ അധിനിവേശം നടത്തിയത് അഫ്ഗാനിസ്ഥാൻ്റെ ഈ മേഖലയിലുള്ള വലിയ ധാതു സമ്പത്ത് കണ്ടിട്ടാണ്. പക്ഷേ ഇന്ത്യയുമായി ഒരു ധാരണ, ഇപ്പം പാകിസ്ഥാൻ അമേരിക്കയായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കിടക്കുകയാണ്. ട്രംപ് വന്നതിന് ശേഷം
ഈ ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ യുക്രൈനിൽ അമേരിക്കയുടെ താല്പര്യം എന്താണ്? അവിടുത്തെ മിനറൽസ് അമേരിക്കയ്ക്ക് വേണം, അല്ലെങ്കിൽ നിന്നെ സഹായിക്കത്തില്ല, റഷ്യയുടെ കൂടെ നിൽക്കും, നിന്നെ നാറ്റോയിൽ ചേർക്കത്തില്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മുടക്കിയ കാശിന് എനിക്ക് അവിടുത്തെ മിനറൽസ് വേണം. അപ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും അത് ഉപയോഗിക്കാൻ പറ്റിയില്ല അഫ്ഗാനിലെ മിനറൽസ്, കാരണം അവിടുത്തെ താലിബാൻ അടക്കമുള്ള തീവ്രവാദികളുടെ സാന്നിധ്യം കൊണ്ട്. ഇപ്പോൾ ആ തീവ്രവാദി സർക്കാർ അധികാരത്തിലിരിക്കുകയും അവർ ഇന്ത്യയുമായി നല്ല ബന്ധം കാക്ഷിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത് അവരറിഞ്ഞ് തന്നെ ഈ മിനറൽസ് നമുക്ക് കിട്ടാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. കാരണം അവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയില്ല, ടെക്നോളജി ഇല്ല, ലിഥിയം കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനാ? അതിന് നമ്മൾ പണം കൊടുക്കുന്നു. $1 ട്രില്യൺ ഒരു കരാറുണ്ടാക്കാൻ ഈ റെയർ എർത്ത് അപൂർവ ധാതുക്കളും ഈ മിനറൽസും കിട്ടുന്ന തരത്തിലുള്ള ഒരു കരാറിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഈ 2023 മാത്രം ഇപ്പം കണക്ക് പുറത്തു വരുന്നത് 200 തവണ അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൻ്റെ പിന്തുണയുള്ള TTPയും പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 200 തവണ 2023 മാത്രം. 2024 കണക്കുകൾ വരാൻ പോകുന്നുള്ളൂ. അപ്പം നിരന്തരം ഇവർ വലിയ സംഘർഷത്തിലാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചപ്പോൾ ഒരേ സമയത്ത് ഈ അഫ്ഗാനിസ്ഥാൻ്റെ അല്ലെങ്കിൽ TTPയുടെ ആക്രമണം ഉണ്ടാകുന്നു, ഇങ്ങേയറ്റത്ത് ബലൂചിസ്ഥാനിൽ BLAയുടെ ആക്രമണം ഉണ്ടാകുന്നു. ആഭ്യന്തരമായി വലിയ പ്രശ്നമാണ്. ഇതിനിടയ്ക്കാണ് വ്യോമാക്രമണത്തിന് പകരം എന്ന നിലയിൽ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ച് ഡസൻ കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് വളരെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ധൈര്യം വന്നത്? പുറകിൽ ആരോ ഉണ്ട്. പുറകിൽ ഇന്ത്യയുമായിട്ട് ജനുവരിയിൽ, ഇപ്പോൾ ഫെബ്രുവരി കഴിയുന്നേ ഉള്ളൂ, ഫെബ്രുവരി അവസാനിക്കാൻ പോകുന്നു. ജനുവരി അവസാനമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ചർച്ച നടന്നത്. ആ ചർച്ച നടന്നത് UAEയിലാണെന്നും കൂടെ ഓർക്കണം. അവിടെ ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷം വലിയ വർദ്ധിത വീര്യത്തോടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ്. പാകിസ്ഥാനെ ഞങ്ങൾ വിഭജിക്കുമെന്നാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. കാരണം ഞങ്ങളുടെ ആളുകൾക്ക് താല്പര്യമുള്ള TTPയുടെ ആളുകൾക്കൊക്കെ സ്വാധീനമുള്ള പഷ്തൂൺ മേഖല അത് സ്വതന്ത്രമായി മാറണം എന്ന് പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ സംഭവിക്കാൻ നിരീക്ഷകർ ഇപ്പോൾ തന്നെ രാജ്യാന്തര കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ പറയുന്നു, ഒരു പക്ഷേ ഈ അഫ്ഗാനിസ്ഥാൻ പിന്തുണയുള്ള TTPയും ബലൂചിസ്ഥാൻ ആർമിയും കൂടി ഒരു കരാറിലോ ധാരണയിലോ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞ് പാകിസ്ഥാന് നമുക്ക് നേരെ വിരൽ ചൂണ്ടാനും കഴിയും. അല്ല, ഇപ്പം തന്നെ പാകിസ്ഥാൻ പറയുന്നുണ്ടല്ലോ അല്ലെ, ഇന്ത്യ അല്ലെങ്കിൽ റോയാണ് ഇവർക്ക് സാമ്പത്തിക ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യയാണെന്ന് പണ്ടേ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വ്യാപക ആക്രമണം നടന്നു, ഡസൻ കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിരീക്ഷകർ പറയുന്ന ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്, ഇങ്ങനെ പോയാൽ ഇതാണ് അവസ്ഥയെങ്കിൽ വലിയ മാരകമായ പ്രഹരമാണ് TTP പാകിസ്ഥാൻ ആർമിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ പാകിസ്ഥാൻ ഒരു 5 വർഷത്തിനുള്ളിൽ മറ്റൊരു സിറിയയായിട്ട് മാറും എന്ന് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. പണപ്പെരുപ്പം 28%, സമ്പദ്ഘടന തകർന്നു, വിദേശ നാണ്യം ഉണ്ടല്ലോ, കരുതൽ ശേഖരം ഇപ്പോൾ ബാങ്ക്രപ്റ്റായി, അതായത് കടക്കണിയിലായി ഇല്ല. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വലിയ തോതിൽ കലാപം ഉണ്ടാവുന്നു. കലാപമല്ല, ആക്രമണം ഉണ്ടാവുന്നു. ഒപ്പം ട്രംപ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം അത് നിർത്തിവെച്ചിരിക്കുന്നു. ട്രംപ് ഇപ്പം ഈജിപ്തിനും ഇസ്രായേലിനും മാത്രമേ ഉള്ളൂ പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിന് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഇതേ സമയത്താണ് വ്യാപകമായി അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു വിടുന്ന അവരുടെ പ്രോക്സിയായ TTPയും പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാകിസ്ഥാൻ വിതച്ചത് കൊയ്യാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ എന്താണോ ചെയ്തത് അതിപ്പോൾ പാകിസ്ഥാനെ സംഭവിക്കുകയാണ്. അപ്പോൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ അതിനകത്ത് രസകരമായൊരു കാര്യം, പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ഈ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികളെ ആക്രമിക്കുന്ന പ്രധാനമായും ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ പാകിസ്ഥാനെ അതേ നാണയത്തിൽ അവരുടെ ആളുകൾ തന്നെയാണ്. അതെ, അപ്പൊ പണ്ട് നിന്റെ ചേട്ടനെ കൊണ്ട് തല്ലിക്കൂടാ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യ ഇപ്പൊ ചെയ്യുന്നത്. നീ വന്നിട്ട് അയൽവക്കക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ അടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ അടിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. ശരിക്കും ഈ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ അഫ്ഗാനിസ്ഥാനിലെ ആധിപത്യം ഉറപ്പിക്കുന്ന സമയത്ത് അന്ന് ഈ താലിബാന്റെ കുറെ നേതാക്കൾക്ക് പാകിസ്ഥാൻ അഭയം കൊടുക്കുകയൊക്കെ ചെയ്തു. അല്ലെ, ഇന്ന് നേരെ അവർ തിരിഞ്ഞിട്ട് പാകിസ്ഥാന്റെ തലയ്ക്ക് അവർക്ക് അവരുടെ രാജ്യം വേണം. അഫ്ഗാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാവണം, അല്ലെങ്കിൽ അവിടെ വേറെ രാജ്യം വേണമെന്നുള്ള നിലപാടിലേക്ക് മാറുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ ബലൂചിസ്ഥാന് പിന്തുണ കൊടുക്കുന്നു എന്ന് വ്യാപകമായി പറയുന്ന പാകിസ്ഥാന് ഇപ്പോൾ ഒറ്റയടിക്ക് അഫ്ഗാൻ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ TTPക്ക് ഇന്ത്യ പിന്തുണ കൊടുക്കുന്നു പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ വിരുദ്ധത, ഹിന്ദു വിരുദ്ധത
പാകിസ്ഥാൻ്റെ ഒരു വലിയ മോട്ടോയാണ്. അതെ അപ്പോഴത്തേക്ക് മുസ്ലിങ്ങളെ ഇന്ത്യ സഹായിക്കുന്നു, മുസ്ലിം തീവ്രവാദികളെ ഇന്ത്യ സഹായിക്കുന്നു എന്നൊരു ആരോപണം ഉയർത്തിയാൽ അത് പാകിസ്ഥാന് വലിയ ക്ഷീണമാണ്. കാരണം മുസ്ലിം തീവ്രവാദികൾ തന്നെ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. ഈ തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ലോകത്തിലെ ഒരു വ്യവസായശാലയാണ് പാകിസ്ഥാൻ. ഫാക്ടറിയാണ്. അവിടെ എന്ത് ചെയ്യുന്നു, അവരുടെ തന്നെ സ്വഭാവത്തിലുള്ള, അവരുടെ തന്നെ വർഗത്തിലുള്ള തീവ്രവാദികൾ അവർക്കെതിരെ തിരിയുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റമാണ്. ഏതായാലും ഇന്ത്യയോട് ചെയ്തത് അതേ തരത്തിൽ അതേ തോതിൽ പാകിസ്ഥാന് തിരിച്ചു കിട്ടുകയാണ്. പാകിസ്ഥാനിലെ എത്ര പട്ടാളക്കാർ മരിച്ചു എന്നുള്ള കണക്കില്ല. അഫ്ഗാൻ TTP അവകാശപ്പെടുന്ന ഡസൻ കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ ഞങ്ങൾ കൊന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാകുന്നു. അനൗദ്യോഗികമായി ഖത്തർ അമീർ ആവശ്യപ്പെട്ടതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ അൺഒഫീഷ്യൽ എംബസി ഈ വരുന്ന ദിവസങ്ങളിൽ ദില്ലിയിൽ തുറന്നാലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.